വെൽക്കം ബാക്ക്. ഹോം സ്റ്റൈൽ സോഫ ആൻഡ് കട്ടൺ, ബൈപ്പാസ് ജംഗ്ഷൻ, കാവുങ്ങൽ, മലപ്പുറം. സീബ്ര കട്ടണ് വരാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അത് നിങ്ങൾക്ക് തന്നെ സ്വയം പരിഹരിക്കാൻ പറ്റുന്ന ചെറിയ ടിപ്സുകളുമായിട്ട് 3-4 വീഡിയോകൾ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെയിന് പൊട്ടിയാൽ എങ്ങനെ അത് ജോയിൻ ചെയ്യാം, എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, അതുപോലെ കർട്ടൺ സ്റ്റക്കായി കഴിഞ്ഞാൽ എങ്ങനെ ക്ലിയർ ചെയ്യാം, അതുപോലെ ഇതെങ്ങനെ സ്വയം അഴിച്ചെടുക്കാം, എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും പലരും സംശയങ്ങളുമായിട്ട് വിളിക്കാറുണ്ട്. അതിന് കാരണം ഇതെല്ലാം സെപ്പറേറ്റ് വീഡിയോസാണ്. ഇനി ഇതിൻ്റെ എല്ലാം ടിപ്സുകൾ, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുത്ത് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താരതമ്യേന മറ്റ് കട്ടണുകളെ അപേക്ഷിച്ച് വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടണാണ് സീബ്ര കട്ടൺ. ഇനി നമുക്ക് നോക്കാം എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കർട്ടൺ മുകളിലേക്ക് റോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. റോൾ ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു സ്പേസ് ഒരു 10 സെൻറ്റിമീറ്ററെങ്കിലും ഇതിൻ്റെ വെയിറ്റ് താഴ്ന്നിരിക്കണം. പൂർണ്ണമായിട്ട് മുകളിലേക്ക് പൊങ്ങാതെ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ. ഇനി ഇതിൻ്റെ പെൽമെറ്റിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ കട്ടൺ റിമൂവായി. ഇനി അതെങ്ങനെ റിമൂവായി എന്നുള്ളത് നമുക്ക് നോക്കാം. മറ്റൊരു ക്ലാമ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ക്ലാമ്പിൻ്റെ ഒരു മെക്കാനിസം. ഇതൊരു സ്പ്രിങ് ടൈപ്പാണ് ഈ ക്ലാമ്പ് വരുന്നത്. അതായത് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൽ വരുന്ന ഈ ഭാഗം ഈ പെൽമെറ്റിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്കും ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഈ ഒരു ഹുക്ക് ഈ രീതിയിലാണ് ഇതിവിടെ ലോക്കാവുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതാണ് ക്ലാമ്പിൻ്റെ സിസ്റ്റം. ഇങ്ങനെ ക്ലാമ്പ് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ ക്ലാമ്പ് ഇവിടെ ലോക്കാവും. അതുപോലെ പ്രസ് ചെയ്താൽ റിമൂവ് ആക്കാനും പറ്റും. ഇനി ഫിറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഈ പെൽമെറ്റിൻ്റെ ഈ ക്ലാമ്പിൻ്റെ മുൻഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് കട്ടൺ. ഓക്കെ. അപ്പോൾ നമുക്ക് കട്ടൺ ക്ലീൻ ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട് ശരിക്ക്. ഒന്ന്, നമുക്ക് ഈ കട്ടൺ വിൻഡോൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒന്നുകൂടി നല്ലത് കട്ടൺ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാനാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഷീറ്റ് ബെൻഡ് ആവാനും ഫോൾഡ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കട്ടൺ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇനി നമുക്ക് തറയിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള തറയിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഇനി അതല്ലെങ്കിൽ ചെറിയ ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും വെക്കാൻ പറ്റും. ഇത് നമുക്ക് വീഡിയോയിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പേന കൊണ്ട് കുട്ടികൾ പേന കൊണ്ട് ഒരു ഷീറ്റും ഒരു ലൈന് വരച്ചാൽ, ഇങ്ങനെ ഒരു ലൈന് വെച്ചാൽ നമ്മളത് സോപ്പ് പൊടി അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിച്ചാൽ പെട്ടെന്ന് അത് ക്ലീനായി പോവില്ല. അതിന് ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പ്രേ. ഈ സ്പ്രേ അങ്ങനെ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ക്ലോത്തിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ ഇങ്ങനെയാണ്. ഇതിൽ പേനയുടെ ഒരു ഇത് മാത്രമല്ല, ഇനി എന്തെങ്കിലും ചെറിയ ജീവികളുടെ കറ വീണാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ നല്ലത്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ അത് പോന്നു. സ്പ്രേ ഒഴിച്ചാൽ മാത്രമേ ഇങ്ങനെ എത്ര ക്ലീൻ ആയിട്ട് ഇത് പോരുള്ളൂ. നമ്മൾ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്താലൊന്നും എത്ര പെട്ടെന്ന് അത് ക്ലീനാക്കാൻ പറ്റൂല. ഇനി അതുപോലെ തന്നെ ഇതിൽ വെള്ളം കൊണ്ട് എത്ര ക്ലീൻ ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. വെള്ളം നനഞ്ഞാൽ സീബ്ര കട്ടന് ഒരു കംപ്ലൈൻറ്റും വരില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് കളറ് പിടിക്കാത്ത ഏതെങ്കിലും ക്ലോത്ത് ആവണം.
വൈറ്റ് ക്രീം ഇങ്ങനെയുള്ള ക്ലോത്തുകളൊക്കെ യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് മെറൂണ് ബ്ലൂ ഇങ്ങനെയുള്ള ക്ലോത്തുകളൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഇതിൽ ഈ ക്ലോത്തിൻ്റെ ഈ ഒരു കളറ് ബ്ലൈൻഡ്സ്മ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ വെള്ളം വീണു, ഒന്നും ഒരു പ്രശ്നം വരാനില്ല, വെള്ളം എത്ര ആയാലും ഒരു കുഴപ്പം വരാനില്ല. ഇതിപ്പോൾ സാധാരണ ഒരു വെള്ളം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിക്കാം. സോപ്പ് പൊടി ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കാനില്ല, ഒരു പ്രശ്നം വരാനില്ല. ഇനി ഇങ്ങനെയൊന്നും ക്ലീൻ ചെയ്തിട്ട് പോവാത്തൊരു പൊടി, അതായത് വീട്ടിൽ വേറെ എന്തെങ്കിലും വർക്ക് നടക്കുന്ന സമയത്ത് കൂടുതൽ പൊടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർട്ടന് നേരെ പിടിച്ചിട്ട് നമ്മുടെ ഓസ് പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് ശരിക്കും പിടിച്ചു കൊടുക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല പൈപ്പ് പിടിച്ചെന്ന് വെച്ചിട്ട് കർട്ടന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോട്ടം വെയിറ്റ്, അതായത് കർട്ടൻ്റെ താഴെ വരുന്ന ഈ ഒരു വെയിറ്റ് അയച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിൽ ചെറിയ 2 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അയച്ചെടുത്താൽ ഈ അടിയിലെ താഴെ വരുന്ന ഈ ബോട്ടം വെയിറ്റ് അഴിച്ചെടുക്കാൻ പറ്റും. ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഓസ് പിടിച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. കർട്ടന് കംപ്ലൈൻ്റ് ഒന്നും സംഭവിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സ്പ്രേ യൂസ് ചെയ്യാം, പകരം സാനിറ്റൈസറും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. കറകളൊക്കെ പിടിച്ച സ്ഥലത്ത് ഇങ്ങനെ സാനിറ്റൈസർ അടിച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുത്താലും കറകളൊക്കെ പോരും. സാനിറ്റൈസർ അതല്ലെങ്കിൽ സ്പ്രേ, ഈ 2 സംഭവങ്ങളാണ് പേന കൊണ്ടുള്ള വര അല്ലെങ്കിൽ പ്രാണികൾ ഇരുന്നിട്ടുള്ള കറകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാൻ നല്ലത്. പൊടി ചളി ഇങ്ങനെയുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് തുടക്കുക. ഇനി വെള്ളം കൊണ്ട് തുടച്ചിട്ട് ക്ലീൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിക്കാനും പറ്റും. ഇത്രയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആവശ്യമുള്ള സംഭവങ്ങൾ. അതുകൊണ്ടാണ് വീട്ടിൽ വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളത് പറയാനുള്ള കാരണം. ചില ആളുകൾക്ക് ഇതിൽ വെള്ളം നനക്കാനും സോപ്പ് പൊടി ഉപയോഗിക്കാനൊക്കെ ഒരു പേടി ഉണ്ടാവും, ഇതിന് കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളത്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റും വരില്ല. വെള്ളം നനച്ച് വിചാരിച്ചിട്ട് ഷീറ്റിന് കംപ്ലൈൻ്റ് ഒന്നും വരാൻ പോകുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഷീറ്റ് ബെൻഡ് ആവാൻ പാടില്ല. ഷീറ്റിന് ഫോൾഡിങ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലൈൻ അവിടെ കാണിക്കും. ആ ഫോൾഡിങ് പോയി കിട്ടാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും കർട്ടന് വിൻഡോമെന്ന് അഴിച്ചെടുത്തിട്ട് താഴെ ഫ്ലോറിലോ അല്ലെങ്കിൽ നല്ല ടേബിളിൻ്റെ മുകളിലോ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. കർട്ടൺ ക്ലോസ് ചെയ്ത് വെച്ചാലും വെളിച്ചം വരുന്നുണ്ട് എന്നുള്ള പരാതിക്ക് ഒരു പരിഹാരം. സിബ്ര കർട്ടൻ ചെയ്ത വീട്ടിൽ വീണ്ടും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം കാണാറുള്ളത്. ഇത് പൊതുവെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതെന്താ പ്രശ്നം എന്നുള്ളത്. ബെഡ്റൂമിൽ അകത്ത് ലൈറ്റ് ഇടുമ്പോൾ പുറത്തുനിന്ന് വീവ് കാഴ്ച വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിബ്ര കർട്ടന് ഡബിൾ ഷീറ്റായിട്ടാണ്, 2 ലെയറായിട്ടാണ് ഈ ഷീറ്റ് വരുന്നത്. ഇതിൻ്റെ ഈ 2 ഷീറ്റും വരുന്നത് ഈ കർട്ടൻ്റെ ബാക്ക് സൈഡിലൂടെയാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ 2 ഷീറ്റും വരുന്നത് ഈ കർട്ടൻ്റെ ബാക്ക് സൈഡിലൂടെയാണ്. ഇനി നമ്മൾ കർട്ടൻ്റെ ഈ ചെയിന് പിടിച്ച് വലിക്കുമ്പോൾ കർട്ടൻ പൊങ്ങുമ്പോൾ ഈ ഒരു ഷീറ്റ് മുകളിലേക്ക് പൊങ്ങി പോവാണ്, ഈ 2ാമത്തെ ഷീറ്റ്, ഫ്രണ്ടിൽ വരുന്ന ഷീറ്റ്. ഇനി കംപ്ലൈൻറ്റ് വരുന്നത് നമ്മൾ ഈ കർട്ടൻ താഴേക്ക് താഴ്ത്തി കഴിഞ്ഞ് താഴെ മുട്ടിയതിന് ശേഷവും വീണ്ടും വലിക്കുമ്പോഴാണ് ഈ ബാക്കിലുള്ള ഷീറ്റ് ഇങ്ങനെ വന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഓപ്പോസിറ്റ് തിരിഞ്ഞ് കയറുന്നത്. ഇതിങ്ങനെ ക്ലിയറായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു താൽക്കാലിക സംവിധാനം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കയറുമ്പോഴാണ് 2 ഷീറ്റും തമ്മിലുള്ള ഈ ഗ്യാപ്പ് വരുന്നത്. ഇങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കിൽ നിന്ന് വെളിച്ചം അങ്ങോട്ട് വരും. ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇത് നമ്മൾ കർട്ടൻ മുകളിലേക്ക് പൊങ്ങും ചെയ്യും, താഴേക്ക് വരും ചെയ്യും. ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലെ ഈ ഒരു ചെയിന് പിടിച്ച് വലിക്കുക. ഇത് പിടിച്ച് വലിച്ചിട്ട് ഏറ്റവും താഴെ കർട്ടൻ താഴെ എത്തിയതിന് ശേഷവും വീണ്ടും വലിക്കുക. വീണ്ടും വലിക്കുമ്പോൾ ബാക്കിൽ ഈ ഫ്രണ്ടിൽ ഈ വരുന്ന ഈ ഷീറ്റ് ഇങ്ങനെ നേരെ ബാക്കിലേക്ക് തന്നെ പോകും. ഇനി നമുക്ക് കർട്ടൻ മുകളിലേക്ക് റോൾ ചെയ്യുമ്പോൾ സ്റ്റക്കായി പോകുന്നൊരു കംപ്ലൈൻറ്റ് സാധാരണ കസ്റ്റമേഴ്സ് പറയാനുള്ളൊരു കംപ്ലൈൻറ്റാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഈ ബാക്കിലെ ഷീറ്റ് ഇങ്ങനെ സൈഡിലേക്ക് നീങ്ങുമ്പോഴാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റിന് സാധ്യതയുള്ളത്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്ത് നോക്കാം. അതായത്
രണ്ടും ഒരേ പൊസിഷനിൽ ഒരേ ലെവലിൽ നിന്ന ഷീറ്റ് ഒരു ഷീറ്റ് ഇങ്ങോട്ട് വലിച്ചു വെച്ചു. അതങ്ങനെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഒരു ഷീറ്റ് ഇങ്ങനെ സൈഡിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ സൈഡിലേക്ക് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ഇതാ കർട്ടൻ റോൾ ചെയ്യുമ്പോൾ ഇതാ ഇത്രയും വന്നപ്പോഴേക്കും ഇവിടെ സ്റ്റക്കായി പോയി. ഈ കൺട്രോൾ സെറ്റിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ഈ ഷീറ്റ് ചെരിഞ്ഞ് വന്നിട്ട് ഈ കൺട്രോൾ സെറ്റിന്മേൽ ജാമായതാണ് കാരണം. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ പരിഹാരം വളരെ സിമ്പിളാണ്. ഈ രണ്ട് ഷീറ്റും ഒരേ ലെവലിലാക്കുക. ഇങ്ങനെ ബാക്കിലെ ഷീറ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുക. ഇതിങ്ങനെ കൈകൊണ്ട് പതുക്കെ ഏറ്റവും മുകളിൽ പിടിച്ച് വലിക്കണം. ഏറ്റവും മുകൾ ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ സൈഡിലേക്ക് പോരും. അത് ഈ കൺട്രോൾ സെറ്റ് വരുന്ന ഈ ചെയിന് വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ക്ലിയറാക്കി നിർത്തേണ്ടത്. ഈ ഒരു ചെയിന് വരുന്ന ഈ കൺട്രോൾ സെറ്റ് വരുന്ന ഭാഗത്ത് ചെറിയൊരു സ്പേസ്, ഇവിടെയും ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് രണ്ടും ഒരേ പൊസിഷനിൽ നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റിനും പരിഹാരമായി. ഇതും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ സംഭവിക്കുക ഈ കർട്ടൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗത്ത് കംപ്ലൈൻ്റ് ആവും. ഇതിന് ഇങ്ങനെ ചുളിവുകൾ വരും, ഈ നെറ്റിന് കംപ്ലൈൻറ്റ് വരും. അതൊന്നും വരാതിരിക്കാൻ ഇതും ശ്രദ്ധിച്ചാൽ കർട്ടൻ ഒരുപാട് കാലം കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കർട്ടൻ്റെ ഒരു ചെയിന് പൊട്ടിയൊരു ഭാഗമാണ്. ഇനി നമുക്കിതെങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് നോക്കാം. കർട്ടന് വിൻഡോന്ന് അയച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ക്ലാമ്പുമെന്ന് അയച്ചെടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു ചെറിയ മുത്ത് വരുന്ന ആ ഒരു രണ്ട് മുത്ത് അടർത്തിയെടുക്കുക എന്നുള്ളത്. ഒരു പ്ലെയർ വെച്ചിട്ട് അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോരും. രണ്ട് ഭാഗത്തുനിന്നും, അതായത് രണ്ട് ചെയിനിൽ നിന്നും രണ്ട് മുത്ത് വീതം അടർത്തിയെടുക്കുക, പൊട്ടിച്ചെടുക്കുക. ഇപ്പം അതിൻ്റെ നൈലോണ് വരുന്ന ഭാഗം ആ ഒരു നൈലോണ് വരുന്ന ഭാഗം ഒരു ചെറിയ കെട്ട് പോലെ ഒരു ചിറ്റ് കൊടുക്കുക. കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഒരു ചെറിയ കെട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് ചിറ്റി കൊടുത്തിട്ട് നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നൈലോണ് ഒന്ന് ഉരുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റർ വെച്ച് ഉരുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് അത്രയേ ഉള്ളൂ. ശരിക്കും ജോയിൻ്റ് ആയി, നല്ല സ്ട്രോങ് ആണ്. ഇങ്ങനെ ആ ഒരു നൈലോണാണ് അതിൻ്റെ ത്രെഡ് വരുന്നത്. ആ ത്രെഡ് ഉരുകി കഴിഞ്ഞാൽ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് അത് ജോയിൻ്റ് ആവും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണിത്. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തത്. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇനി ബ്രേക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. മാത്രമല്ല വളരെ ആ ഒരു ശ്രദ്ധയോടുകൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോയിന്റ് വരുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല. എന്തായാലും ഈ വീഡിയോയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും സംശയങ്ങളുള്ളവർക്ക് ഇനിയും വിളിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.